ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഒരു ബാർഡപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ബാർഡപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഭാഗത്താണ് ബാർഡപ്പ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കറക്റ്റായി പറഞ്ഞത്. നമ്മൾ കോളാറിൻ്റെ ബാർഡപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാർഡപ്പ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആണ്. ഒരു ബാർഡപ്പ് വെക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും അതേപോലെ ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിൽ പോകാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് കോളറിൻ്റെ ബാർഡപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ബാർഡപ്പ് വരുന്നത്. ബാർഡപ്പിൻ്റെ അളവും അതേപോലെ അതിൻ്റെ വീതി ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നീളവും വീതി ഞാൻ പറഞ്ഞുതരാം. നീളം ഏകദേശം വരുന്നത് 150 സെൻറ്റിയാണ് നീളം വരുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ വീതിയും പറഞ്ഞുതരാം. വീതി വരുന്നത് 70 സെൻറ്റിയാണ് വരുന്നത് കേട്ടോ, വീതി വരുന്നത്. അപ്പോൾ നിങ്ങൾ ബാർഡപ്പിൻ്റെ സെറ്റിങ്ങാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്താ വെച്ചാൽ ഇതിൽ കോളാറിൻ്റെയാണ് ഐറ്റംസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആണിത്. ഈ സാധനമാണ് നമ്മൾ വെള്ളം തുറന്നു വിടുന്ന ഓഫ്ലോയും അതേപോലെ നമുക്ക് ഇത് തുറന്നു വിടാനുള്ള ഓപ്ഷനൊക്കെ ഈ സംഭവത്തിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിതിൽ FTA വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടഫ്ലോൺ ടാപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഷെല്ലാക്ക് ഇട്ടിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഷെല്ലാക്ക് ഇടണം കേട്ടോ, എന്തായാലും നിർബന്ധമായിട്ട് ഷെല്ലാക്ക് ഇടണം. കാരണം അത് കാലങ്ങളായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടതായതുകൊണ്ട് നമ്മൾ ഷെല്ലാക്ക് ഇട്ടിട്ട് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഹാൻഡ് ടൈറ്റ് ചെയ്താൽ മതി, പൈപ്പ് റിഞ്ചോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഹാൻഡ് ടൈറ്റ് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആവും കേട്ടോ. അതേപോലെ തന്നെ ഇതിൽ മുകളിൽ ഒരു കോട്ടിംഗ് കവർ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഒരു കാരണവശാലും ഇത് റിമൂവ് ചെയ്യരുത്. നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സംഭവം ഒരിക്കലും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫിനിഷിങ് കഴിയുമ്പോൾ അതൊക്കെ സ്ക്രാച്ച് ആവും. അപ്പോൾ നമ്മൾ ഇതിൽ മൊത്തത്തിൽ കോട്ടിംഗ് കവർ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 500 mm ആണ് ഇതിൻ്റെ ഫിനിഷിങ് വരുന്നത് കേട്ടോ. അതായത് 4 നിന്ന് ഫിനിഷിങ് 500 mm അല്ലെങ്കിൽ 50 സെൻറ്റിയാണ് ഇതിൻ്റെ ഫിനിഷിങ് വരുന്നത്. ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഫിനിഷിങ് വെക്കുമ്പോൾ ഏകദേശം 50 സെൻറ്റിയിൽ ഫിനിഷിങ് ചെയ്യുന്ന ലെവലിൽ വെക്കുക കേട്ടോ. ഇത് 50 to 58 സെൻറ്റി വരെ ആക്കാം. നമ്മൾ എന്താ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ടാണ് 50 സെൻറ്റി ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. 50 നിന്ന് ഒരു 58 സെൻറ്റി വരെ മാക്സിമം നമുക്കിത് ഫിനിഷിങ് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പോൾ 50 സെൻറ്റിൽ മിനിമം ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ട്യൂബ് എന്ന് പറയുന്ന സാധനം ഇത് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ മാസ്കിംഗ് ടാപ്പും കാര്യങ്ങളൊക്കെ ചുറ്റി വെക്കണം. കാരണം ഇതിൽ വരുന്ന ബ്രേക്ക് കേബിളാണ്. ഈ കേബിളിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തിരിക്കുന്ന സമയത്ത് ഇത് ഇവിടെ ഓപ്പൺ ആവില്ല. ഞാനിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെങ്ങനെ ഓപ്പൺ ആവുമെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഒരു ബ്രേക്ക് കേബിൾ വന്നിട്ട് ഈ സാധനം പൊക്കി വിടുകയാണ്. അപ്പോഴാണ് ഇത് ഈ വെള്ളം തുറന്നു വിടാനുള്ള ഒരു ഗ്യാപ്പ് വരുന്നത് കേട്ടോ. മെയിനായിട്ട് ഈ കാര്യം എല്ലാം ശ്രദ്ധിക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് പൊടിയോ കാര്യങ്ങളൊന്നും പോകാതെ ഫുള്ള് പാക്കിങ് ചെയ്തിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മൾ ഈ പറഞ്ഞ FTA സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നേരെ തിരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു റബ്ബർ വാഷ് ഇടണം. ഇതിലൊരു റബ്ബർ വാഷ് വരുന്നുണ്ട്. ഈ റബ്ബർ വാഷ് ഇതിൽ കോട്ടിങ് ചെയ്തിട്ട് അതിലേക്ക് വെക്കുക കേട്ടോ. ഈ കാണുന്ന പോലത്തെ റബ്ബർ വാഷാണ്, ബ്ലാക്കാണ് വരുന്നത്. ഇത് നേരെ അടിയിൽ വെച്ചിട്ട് ഇത് മുകളിൽ നിന്ന് നേരെ നമ്മൾ സാധാരണ വേസ്റ്റ് കപ്ലിങ് കിട്ടുന്ന പോലെ തന്നെ ഇത് ഇവിടുന്ന് സെറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു റബ്ബർ വാഷ് മുകളിൽ വരുന്നുണ്ട്, അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ സാധാരണ നമ്മൾ സിങ്കിൻ്റെ വേസ്റ്റ് കപ്ലിങ് ഒക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് സിമ്പിളായിട്ട് ഇതേപോലെ ടൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല രീതിക്ക് സ്പാനർ വെച്ച് ടൈറ്റ് ചെയ്യണം. ലീക്കോ കാര്യങ്ങളോ ഒരിക്കലും വരാൻ പാടില്ല. കാരണം ഇതിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ നേരെ 4ലേക്ക് എടുക്കും. അപ്പോൾ മെയിനായിട്ട് ഇത് ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ സിലിക്കോൺ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം അതിൻ്റെ സൈഡിൽ സിലിക്കോൺ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ സിലിക്കോൺ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഈ സംഭവമാണ് നമ്മൾ തുറന്നു വിടുന്നത് കേട്ടോ. അപ്പോൾ ഇതിലാണ് ഓഫ്ലോ വരെ. ഈ ഹോള് കൊടുത്തിരിക്കുന്ന ഓഫ്ലോ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഓഫ്ലോ പോകാനും അതേപോലെ തന്നെ എയർ പെട്ടെന്ന് റിലീസ് ചെയ്യാനും, അതായത് വെള്ളം പെട്ടെന്ന് ഒഴിഞ്ഞു പോകാനും വേണ്ടിയിട്ടും അതേപോലെ നമ്മളിത് നിറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ചാടാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഓഫ്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ തിരിക്കുന്ന സമയത്ത്, ഇതിവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിക്കുന്ന സമയത്ത് ഇവിടെ അത് ലിവർ ബ്രേക്ക് കേബിൾ കൂടി പോയിട്ട് നേരെ അവിടെ ഇത് വരും. അത് ക്യാപ്പ് നേരെ പൊങ്ങുക ചെയ്യുക. അപ്പോൾ അതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതേപോലത്തെ സംഭവം തന്നെ അതിലും വരുന്നത്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വെയിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അതിനൊരു ലിവർ തട്ടുമ്പോൾ ഇത് ഓൾറെഡി ഒന്ന് പൊങ്ങും. ലിവർ താത്തി കഴിഞ്ഞാൽ ഓൾറെഡി താഴ്ന്നു നിൽക്കും. വെള്ളം ലോഡാകുമ്പോൾ അത് മൊത്തത്തിൽ ലോഡ് ചെയ്ത് നിൽക്കും കേട്ടോ. അപ്പോൾ പിന്നെ ലീക്കോ കാര്യങ്ങളൊന്നും വരില്ല. ഇതിൻ്റെ സ്ക്രൂ കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ലിവറിൻ്റെ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് മാക്സിമം ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ സിലിക്കോൺ കൊടുക്കുകയാണ്. സിലിക്കോൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കോൺ ഭാവിയിൽ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഇത് ബാർഡപ്പിൻ്റെ ഉള്ളിൽ കൂടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിലിക്കോൺ കവർ ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. സിലിക്കോൺ ഇടുന്നത് നല്ലതാണ്. നമ്മൾ ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സിലിക്കോൺ ഇടാതിരിക്കരുത്. അപ്പോൾ സിലിക്കോൺ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഇതിൻ്റെ നോബും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുള്ളത്. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ സിലിക്കോൺ നമ്മളിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ട്യൂബ് റൈറ്റിക്കും ലെഫ്റ്റിക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കെട്ട് ചെയ്ത് നമ്മൾ ഫ്രണ്ട് ഭാഗം എവിടെ വരുന്നോ അവിടെ ഈ ട്യൂബ് വെക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ടൈൽസിൻ്റെ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കിത് ഭാവിയിൽ അപ്പോൾ വേണമെന്നെങ്കിൽ ട്യൂബ് കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ടൈൽസിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് കൊടുക്കുക. ഒരിക്കലും ചുമരിലോട് സൈഡിലേക്ക് ആക്കിയിട്ട് കൊടുക്കരുത്. നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ പണിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓഫ്ലോഡ് പൈപ്പ് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ വെക്കുക. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വാഷ് വരുന്നുണ്ട്. ഈ വാഷ് എന്തായാലും നിർബന്ധമായിട്ട് ഇടണം. ഈ വാഷ് ഇട്ടതിന് ശേഷം നേരെ ഈ ഫ്രണ്ടിലേക്കുള്ള നോബ് ഫിറ്റ് ചെയ്യണം.
അപ്പോൾ ഈ നോബ് പറയുന്നത് ഇതിലൊക്കെ നമ്മൾ കറക്റ്റ് മാസ്കിൻ ടാപ്പ് വെച്ചിട്ട് ഫിറ്റ് ചെയ്യണം കേട്ടോ. അത് തിരിച്ചു കൊടുത്താൽ മതി. ഇവിടെ മാസ്കിൻ ടാപ്പ് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് സിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഇത് കംപ്ലയിൻ്റ് ആവും, കാണാൻ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ മാസ്കിൻ ടാപ്പ് കംപ്ലീറ്റ് ഒട്ടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. പിന്നെ ഈ സാധനങ്ങളൊന്നും ഫൈനലായിട്ട് നമ്മൾ വെച്ചാൽ മതി. ഇതിപ്പോൾ കൈയോടെ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് നമ്മളൊരു ഭദ്രമായിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റും ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ മാസ്കിൻ ടാപ്പും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ കാര്യങ്ങളൊന്നും വരില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മിസ്സാകുകയാണെങ്കിൽ പണിയാവും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കമ്പനിയിൽ തന്നെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഈ കാര്യം നമ്മളൊന്ന് ഭദ്രമായിട്ടൊന്ന് എടുത്ത് വെക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഓവർഫ്ലോ വരുന്ന ഭാഗത്തും ചെറുതായിട്ട് സിലിക്കോൺ കവർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഗ്രിപ്പുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഫുള്ളായിട്ട് സിലിക്കോൺ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ബ്ലാക്കോ ഏതായാലും വേണ്ടില്ല, സിലിക്കോൺ ആയാൽ മതി. അത് ഫുള്ളായിട്ട് സൈഡിൽ നിന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഈ മണൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ട്യൂബും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ജസ്റ്റ് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇതിൽ ഈ സാധനം എന്ന് പറയുന്നത് ഇത് വേറെ ഒരു ജസ്റ്റ് ഒന്നാണ്, തിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം പോകും. അപ്പോൾ ഇതിൽ വേറെ ഫിറ്റിങ്സോ കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലുള്ള സ്ക്രൂ എന്ന് പറയുന്നത് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ലെവലാക്കാനുള്ളതാണ്. അത് ഞാൻ ഇതെന്താ വെച്ചാൽ നമുക്കിത് ചിലപ്പോൾ പൊക്കണമെങ്കിലോ അല്ലെങ്കിൽ താത്തണമെങ്കിലോ ഒക്കെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രൂ കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, വെറുതെ ഇട്ട് കൊടുത്താൽ മതി. ഈ സാധനം എന്നിട്ട് കോളാർന്ന് എഴുതിയ ഭാഗം കണ്ടോ, ഇത് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി അവിടെ ക്ലോസ് ആയി. ഇത് തുറന്നു കഴിഞ്ഞാൽ അവിടെ ഓപ്പണായി കണ്ടോ. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലോസ് ആയി. നമുക്കിത് തുറക്കണമെങ്കിൽ ഇവിടെ നിന്നാണ് തിരിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ടോ. അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബാക്ക് സൈഡിൽ നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ഇടാണ്ട്, ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യാണ്ട്, ഇപ്പോൾ ടൈറ്റ് ചെയ്തിട്ടില്ല. ഇതാണ് ഓവർഫ്ലോക്ക് പോകാനുള്ള ഗ്യാപ്പ് വരുന്നത് കേട്ടോ, വെള്ളത്തിന് പോകാനുള്ള ഗ്യാപ്പ് വരുന്നത്, എയറിനൊക്കെ പാടെ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ വെക്കുന്നില്ല. ഈ രണ്ട് സാധനം നമ്മൾ മെയിനായിട്ട് എടുത്ത് വെക്കണം. കാരണം ഇത് ഫൈനലായിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ. കാരണം ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അത് നാശമായിട്ട് കംപ്ലയിൻ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മളിനി ബാക്കി ഇത് കെട്ടി കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഫൈനൽ വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മച്ചന്മാരെ നമ്മൾ കറക്റ്റായിട്ട് മാസ്കിൻ ടാപ്പൊക്കെ എല്ലാ വേസ്റ്റ് കപ്ലിങ്ങത്തിലും അതേപോലെ അതിൻ്റെ നോബിലൊക്കെ കറക്റ്റായിട്ട് ചുറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ സിമെൻറ്റോ കാര്യങ്ങളൊന്നും കിടക്കില്ല. അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇഷ്ടിക വെച്ചിട്ട് കെട്ടണം. അപ്പോൾ ഇതിൻ്റെ പണിക്കാരനെ അത് നമുക്ക് കെട്ടി തന്നു കേട്ടോ. അപ്പോൾ അത് 4 സൈഡ് നമ്മൾ കെട്ടി. കാരണം ചുമരിൻ്റെ ഭാഗത്ത് കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് ഇഷ്ടിക വെച്ച് ഒന്നും കെട്ടാൻ പറ്റില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ സൈഡിൽ കോൺക്രീറ്റ് ഇറക്കിയിട്ട് വേണം ഇത് ലോഡാക്കാൻ. അപ്പോൾ അത് സൈഡ് മൊത്തം കെട്ടി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ നേരെ കൊടുത്തിട്ട് ഈ ബാഡപ്പിന് നേരെ ഉള്ളിൽ അടിയിൽ മണൽ വിരിച്ചിട്ടുണ്ട്, നേരെ അടിയിലേക്ക് പാക്ക് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ 1.5 ഇഞ്ചിൻ്റെ വേസ്റ്റ് പൈപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് സോൾവെൻറ്റ് വെച്ചിട്ട് ഇത് ഒട്ടിച്ചിട്ട് നേരെ ഈ പറഞ്ഞ പോലെ നേരെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ട്യൂബ് വരണ്ടല്ലോ, ഈ കണക്ഷൻ ട്യൂബിൻ്റെ അത് ജാം ആവാനോ അത് എവിടെയെങ്കിലും നിൽക്കാനോ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇറക്കിയ സമയത്ത് 2-3 ഇഷ്ടിക അവിടുന്ന് കെട്ടിയത് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏറ്റവും നോക്കേണ്ട ഫസ്റ്റ് ഒരു കാര്യം ഇതിൻ്റെ അളവുകളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അളവ് മെഷർമെൻറ്റ് ടാപ്പ് എടുത്തിട്ട് സെൻറ്റിമീറ്റർ വെച്ച് നോക്കിയിട്ട് വേണം അളവ് നോക്കാൻ. കാരണം ഇത് വെച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കാനോ ഒന്നും പറ്റില്ല. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യമാണ് വാട്ടർ ലെവൽ കറക്റ്റായിട്ട് വെക്കുക, സ്പിരിറ്റ് ലെവൽ കറക്റ്റായിട്ട് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത അളവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കറക്റ്റാണോ നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ അളവും കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ മണൽ, അതായത് എംസാൻഡ്, ശരിക്കും പറഞ്ഞാൽ സാധാ മണലാണ് വേണ്ടത്. അതൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടാറില്ലാത്തതുകൊണ്ട് നമുക്ക് എംസാൻഡ് നല്ല രീതിക്ക് പാക്ക് ചെയ്ത് കൊടുക്കുക. ഈ പാക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ വാട്ടർ ലെവൽ സ്പിരിറ്റ് ലെവൽ ഇടയ്ക്കിടയ്ക്ക് വെച്ച് നോക്കണം. കാരണം നമ്മൾ ഈ എംസാൻഡ് ഇടുന്ന സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ ബാഡപ്പ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും. അപ്പോൾ നമ്മൾ അളവും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് വെച്ച് നോക്കണം. അതേപോലെ സ്പിരിറ്റ് ലെവൽ വെച്ച് നോക്കണം, വാട്ടർ ലെവൽ കറക്റ്റാണെന്ന് നോക്കണം. പിന്നെ ഇതിൻ്റെയൊക്കെ മുഖ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മണൽ നല്ല രീതിക്ക് പാക്കിംഗ് ആവണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മണൽ പാക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇടയിൽ കൂടി സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ കടകടാന്ന് സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആദ്യം തന്നെ ഓരോ സ്റ്റെപ്പ് നമ്മളിപ്പോൾ ഈ സൈഡത്തെ മൊത്തത്തിൽ എടുത്തു കേട്ടോ. കാരണം ആ കെട്ട് എടുക്കാതെ നമുക്ക്, കാരണം ഇപ്പോൾ തന്നെ കെട്ടിയോണ്ട് അത് ഇളകി. അപ്പോൾ പോകുന്നപ്പോൾ ഞങ്ങൾ ഈ സൈഡത്തെ എടുത്തു, ബാക്ക് സൈഡൊക്കെ കറക്റ്റാണ്. എന്നിട്ട് പിന്നെ രണ്ടാമത് കെട്ടിയിട്ട് പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് കംപ്ലീറ്റ് മണൽ അതേപോലെ ഫില്ല് ചെയ്ത് ലൂസാക്കി, വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് നമ്മൾ ആ ട്യൂബിന് വേണ്ടിയിട്ടാണ്. ഭാവിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഭാവിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചിലപ്പോൾ ആ ടൈൽ കട്ട് ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതങ്ങനെ കംപ്ലയിൻറ്റ് വരാത്ത സംഭവമാണ്. എന്നാലും ഭാവിയിൽ ബൈ ചാൻസ് അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആ വേസ്റ്റ് കപ്ലിങ്ങിൻ്റെ ട്യൂബും കാര്യങ്ങളൊക്കെ ഈ സൈഡിലേക്ക് ഇടാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മണൽ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ഫൈനൽ സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ടൈൽസ് ഒട്ടിക്കാൻ കൊടുക്കാം. പിന്നെ അതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് ബാത്റൂം കുറച്ച് ഉള്ള സ്പേസിനനുസരിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്ലാറ്റ്ഫോം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതേപോലെ പ്ലാറ്റ്ഫോം ഗ്രാനൈറ്റ് വെച്ചിട്ട് ചെയ്യാം. ഇവിടെ ഗ്രാനൈറ്റ് വെക്കാനുള്ള സ്പേസ് ഇല്ല.
അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് തേച്ച് നിന്നുണ്ട് 2 സെൻറ്റിക്ക് വെച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് കംപ്ലീറ്റ് തേച്ച് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ടൈൽ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ഈ ബാർഡബിനോട് ചേർന്നിട്ടാണ് ഈ ടൈൽസുകളൊക്കെ വരിക. അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഇനി കുറച്ച് കയറ്റി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്ഥലം കുറച്ച് വേസ്റ്റായി പോകും. അതുകൊണ്ട് നമ്മൾ കഴിയുന്നത് മാക്സിമം ഒതുക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാർഡബ് ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. കാരണം ഈ ബാർഡബ് വെക്കുന്നത് പലതും പല മോഡലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ചെരിവ് കണ്ടോ, അവിടെയാണ് നമ്മൾ പകുതി കാൽ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് അങ്ങനെ കടന്ന് ചെരിഞ്ഞിട്ടാണ് കുളിക്കുക. അപ്പോൾ ആ ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ട് വേണം നമ്മുടെ വാൾ മിക്സർ ടാപ്പ് വെക്കേണ്ടത്. അത് നമുക്ക് തുറക്കാമെന്നുള്ളത് ഭാഗം നമ്മൾ തുറന്നു വിടാനുള്ള ഭാഗം അപ്പുറത്തെ സൈഡിലാണ് വേണ്ടത്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഇനി ഫൈനലായിട്ട് ഇത് വെള്ളം നിറച്ച് അത് ഉപയോഗിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ഞാനായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. അപ്പോൾ നമുക്ക് ആ വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കനിൽ ഓൾ അമർത്തിയാലാണ് ഞാൻ ഇടുന്ന വീഡിയോസും കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.